സാമ്പത്തിക രംഗം മോശമായിട്ടല്ല, വളരെ മെച്ചപ്പെട്ട തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ അടിത്തറയും ഇട്ടിട്ട് തന്നെയാണ് LDF ഗവൺമെൻറ് പ്രവർത്തിച്ചത്. ഇപ്പോൾ അത് നന്നായി ഉപയോഗിക്കാനായിട്ടുള്ള അവസരം UDFന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഏതെങ്കിലും തരത്തിൽ നിലവിലുള്ള പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാൻ പാടില്ല. പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷം, SC/ST വിഭാഗങ്ങളെ പറ്റിയൊക്കെ ധവളപത്രത്തിനകത്ത് തെറ്റായ കണക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് അന്ന് തന്നെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ്. ആ മേഖലയിലൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് കൂടുതൽ കൊടുക്കാൻ വേണ്ടി അതിനകത്ത് ഒരു വെട്ടിക്കുറവും വരുത്താതെ, പദ്ധതിയിലും മറ്റു കാര്യങ്ങളും കുറവ് വരുത്താതെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. ഈ ഫണ്ടിൻ്റെ വർധനവ് മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി കേന്ദ്രത്തിൽ ഇടപെട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, RD ഗ്രാൻഡ് ഇപ്രാവശ്യത്തെ ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടില്ല. ഫിനാൻസ് കമ്മീഷൻ ഇപ്പോഴും ശുപാർശ ചെയ്യുന്നതാണ്. ആർട്ടിക്കിൾ 275 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതനുസരിച്ചിട്ടാണ് RD ഗ്രാൻഡ് സാധാരണഗതിയിൽ ഗ്രാൻറ്റുകൾ തരുന്നത്. 15ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്തും 14ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്തുമൊക്കെ സംസ്ഥാനത്തിനും വിവിധ സംസ്ഥാനങ്ങൾക്കും നല്ല തുക കിട്ടിയിരുന്നു. ഇപ്രാവശ്യം RD ഗ്രാൻഡ് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ വന്നിട്ടില്ല. പക്ഷേ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനമെടുക്കും എന്നൊരു വാർത്തയുണ്ട്. എന്തുകൊണ്ടാണ് തീരുമാനം എടുക്കുന്നതെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ, കഴിഞ്ഞ തവണ ഇന്ത്യയിൽ ആകെയുള്ള ഡിവിസിബിൾ പൂളിൽ താഴോട്ട് കൊടുക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിക്കുന്ന അതിനുള്ള ആകെയുള്ള ഫണ്ടിൻ്റെ 100 രൂപ ഉണ്ടെങ്കിൽ 41 രൂപ താഴോട്ട് കൊടുക്കും. 1 രൂപ ജമ്മു കാശ്മീരിന്. അപ്പം 41 രൂപ താഴോട്ട് കൊടുക്കും. 41%. ഈ 41% ഇപ്പോഴും തന്നിട്ടുള്ളൂ. ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ ചെറിയൊരു ഇൻക്രീസ് നമുക്ക് വന്നിട്ടുണ്ട്. 10,000 കോടി രൂപ ഒരു വർഷം അധികം വന്നു കഴിഞ്ഞ വർഷത്തേക്കാളും. ഒരു വർഷം. കാരണം നമ്മൾ നിരന്തരമായി നടത്തിയിട്ടുള്ള ഫൈറ്റുകളുടെ ഭാഗമായിട്ടാണ് ആ പെർസെൻറ്റേജ് വർദ്ധിച്ചത്. പക്ഷേ 41% ഉള്ളൂ. കഴിഞ്ഞ വർഷം 41% ആയിരുന്നു. 41% ആയിരുന്ന സമയത്ത് ഇൻ അഡീഷൻ ടു ദാറ്റ് 41% 4.5 ലക്ഷം കോടി രൂപ RD ഗ്രാൻഡായിട്ട് കൊടുത്തിരുന്നു. മനസ്സിലായില്ലേ? അത് 4.5 ലക്ഷം രൂപ ഇത് കൂടാതെ സംസ്ഥാനങ്ങൾക്ക് RD ഗ്രാൻഡായിട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ ആ പണം കൊടുത്തിട്ടില്ല. അത് ദേ ആർ കീപ്പിംഗ് ഇറ്റ് വിത്ത് ദം. ആ RD ഗ്രാൻഡ് ആയിട്ട് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴുണ്ട്. ഇപ്പോഴത്തെ വില നിലവാരം അനുസരിച്ച് അതൊരു 6 ലക്ഷം കോടി വരും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? നേരത്തെ കൊടുത്തിരുന്നത് 41%. ഇപ്പോഴും ആകെയുള്ള പൂളിൽ നിന്നുള്ള 41% കൊടുക്കുന്നു. പക്ഷേ RD ഗ്രാൻഡായിട്ട് അന്ന് മാറ്റി വെച്ചിരുന്നത് 4.5 ലക്ഷം കോടി രൂപയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് 19,000, 13,000, 4,000 അങ്ങനെ ഓരോ വർഷം കിട്ടിയ RD ഗ്രാൻഡുണ്ട്. ആ 4.5 ലക്ഷം കോടിക്ക് തുല്യമായ തുക ഇപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. 4.5 ലക്ഷം കോടി 5-6 വർഷം മുമ്പായപ്പോൾ 4 ലക്ഷം കോടിയാണ്. ഇപ്പോൾ അതൊരു 6 ലക്ഷം കോടി, 7 ലക്ഷം കോടി ആവാം. ആ 6 ലക്ഷം കോടി രൂപ അവരുടെ കയ്യിൽ ഡിവൈഡ് ചെയ്യാതിരിപ്പുണ്ട്. ഇതാണ് ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി, ഹിമാചൽ പ്രദേശ് നിയമസഭയും റെസൊല്യൂഷൻ പാസ്സാക്കി അയച്ചു, ഞങ്ങൾക്ക് കിട്ടണം. നമ്മളിവിടെ ഈ കമ്മീഷൻ്റെയും റിപ്പോർട്ടും മറ്റെല്ലാം വന്നപ്പോഴത്തേക്ക് ഇലക്ഷൻ്റെ കാര്യങ്ങളായതുകൊണ്ട് നമ്മുടെ ഇന്ന് നിയമസഭയൊന്നും അങ്ങനെ കൂടിയില്ല. പെട്ടെന്ന് തന്നെ നിയമസഭ പിരിയുകയും ബാക്കി കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ അതിശക്തമായിട്ട് ആവശ്യപ്പെടണം. ഈ 7 ലക്ഷം കോടി, 6 ലക്ഷം കോടി രൂപ അന്നത്തെ കണക്കനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഡിവൈഡ് ചെയ്ത പണം ഇപ്പോൾ അത് കയ്യിലുണ്ട്. അത് വാങ്ങിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയും മറ്റ് മുഖ്യമന്ത്രിമാരും സ്റ്റേറ്റുകളും RD ഗ്രാൻഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നതും അതിനെ സംബന്ധിച്ച് ഫൈനൽ തീരുമാനം ഇപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് എടുത്തിട്ടില്ല. ആ തീരുമാനമെടുത്ത് സംസ്ഥാനങ്ങൾക്ക് കിട്ടാനുള്ള പണം വാങ്ങണം. ആ പണവും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ടാക്സിൻ്റെ കാര്യത്തിനകത്ത് ഞങ്ങളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന നിലയിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് വളരെ നന്നായി ചെയ്തു. ആ പണം ഉണ്ട്, ഈ പണമുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ പണം വെട്ടിച്ചുരുക്കാൻ പാടില്ല. ദുർബല വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെ കൊടുക്കുന്ന പല മേഖലയിലെയും പണം വെട്ടിച്ചുരുക്കും എന്നൊരു ആശങ്കയുണ്ട്. വലിയ തോതിൽ മാസീവ് പ്രൈവറ്റൈസേഷൻ ഉണ്ട്. അതൊക്കെ പിന്നെ ബഡ്ജറ്റ് വരുമ്പോൾ നോക്കുകയാണ്. അപ്പം 2 ദിവസം കഴിഞ്ഞ് ബഡ്ജറ്റ് വരികയാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യരുതെന്നുള്ളത് പറയുന്നത് ഈ കൃത്യമായ ധനകാര്യ കണക്കുകൾ വെച്ചിട്ടാണ്. അത് ഒന്ന് പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തന്നെ പല മേഖലയിലും പണം കൊടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം വന്നിട്ടുണ്ട്. അത് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ഇന്നും ഒക്കെ പല മേഖലയിലും വന്നിട്ടുണ്ട്. അത് അടുത്ത ദിവസം വരട്ടെ. സർക്കാർ ജീവനക്കാരുടെ അല്ലെങ്കിൽ പിന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി, അങ്ങനെ പല വാർത്തകളും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഫിനാൻഷ്യലി നമുക്ക് ഈ പണം ഇത്രയും കൂടി എലിജിബിളായി കിട്ടാനുണ്ട്. വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ടാക്സിൻ്റെ കാര്യത്തിൽ നല്ലപോലെ ഒരു വർധനവ് വരുന്നുണ്ട്. അപ്പോൾ ഈ വർധന 10,000 കോടി ഇപ്പം നമുക്ക്
ഞാൻ പറഞ്ഞു ഒരു 2 മാസത്തേക്ക് 2000 കോടി അധികം കിട്ടിയെന്ന് പറഞ്ഞാൽ 10000 കോടിയെങ്കിലും ഒരു വർഷം കൊണ്ട് കിട്ടും എന്ന് മാത്രമല്ല, ഈ വരുന്ന വർധനയ്ക്ക് തുല്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിഹിതം വരുന്നതിനകത്തും വർധന വരും. ഇതിൻ്റെ ഒരു പകുതിയെങ്കിലും ആ വർധനയിൽ വരണം, അതുകൂടെ കിട്ടും. അപ്പോൾ അങ്ങനെ മെച്ചപ്പെട്ട തരത്തിൽ തന്നെയാണ് സാമ്പത്തിക സ്ഥിതി. സാമ്പത്തിക സ്ഥിതി മോശമാണ്, പണമില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതിൽ നിന്നും പിന്മാറാൻ പാടില്ല എന്നുള്ളത് ബഡ്ജറ്റിൻ്റെ 2 ദിവസം മുമ്പെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് പിന്നെ അവരുടെ ശ്രദ്ധ വേണ്ടത്ര വന്നില്ലെങ്കിലോ എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വന്ന കണക്കുകളിലെ എല്ലാ അടിസ്ഥാനത്തിൽ അത് ചെയ്യണം. ബഡ്ജറ്റ് വന്നിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അല്ല. ഈ കാര്യങ്ങളെല്ലാം ഞാനിത് പറയുന്നത് രാഷ്ട്രീയമൊന്നുമില്ല. മുൻ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഈ കൃത്യമായ കാര്യങ്ങൾ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ പറയാനുള്ള ഉത്തരവാദിത്വം എന്ന നിലയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വെട്ടിക്കുറയ്ക്കാനല്ല, അല്പം കൂടുതലാക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥിതി തന്നെയാണ് സാമ്പത്തിക രംഗം നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് പറയാനാണ് വിളിച്ചത് പ്രധാനമായിട്ടും.